ഗ്ലോറിയ ന്യൂസ് ചാനൽ ഒരുക്കുന്ന പ്രത്യാശയുടെ പൊൻപുലരിയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊത്ത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവത്തെ തൊഴുത് ആ ദൈവത്തോട് പ്രാർത്ഥനകൾ അർപ്പിച്ചിട്ടാണ് നമ്മൾ ദിവസം ആരംഭിക്കുന്നത്. ഈ പ്രാർത്ഥനകളെല്ലാം കേൾക്കണമേ എന്നാണ്. യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന ഹൃദയം ഉയർത്തിയുള്ള പ്രാർത്ഥനയല്ലേ. ഹൃദയം കൊടുക്കാതെ, മനസ്സ് കൊടുക്കാതെ, നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ ചേഷ്ടകൾ കൊണ്ടോ നമ്മുടെ ആചാരങ്ങൾ കൊണ്ടോ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും അത് ദൈവത്തിലേക്ക് എത്തുമോ? കാരണം ദൈവം കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ സ്വന്തമായ ഹൃദയം ദൈവത്തിന് കൊടുക്കാതെ ബാക്കി ശരീരം കൊണ്ടും പ്രകൃതം കൊണ്ടും ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ദൈവാനുഭവം ഒരിക്കലും ഉണ്ടാവുകയില്ല. ദൈവാനുഭവത്തിന് തടസ്സം നിൽക്കുന്നത് ഹൃദയം കൊടുക്കാതെയുള്ള വാച്യ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണ്. ഹൃദയത്തെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഹൃദയം നിർമ്മലമായിരിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രഭ എന്ന് പറയുന്ന ഒരു വക്കീൽ, സാത്വികനായ വക്കീൽ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തോട് ഞാനൊരു പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ചോദിച്ചു, സുഖമാണോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു: മനസ്സിൽ അഴുക്ക് ഇല്ലാത്തത് കൊണ്ട് നല്ല സുഖമാണ്. മനസ്സിൽ അഴുക്കുള്ളപ്പോൾ സുഖമുണ്ടാവില്ല. മനസ്സിലുള്ള അഴുക്ക് എന്താണ്? നമ്മളൊരു ഭവനത്തിൽ വസിക്കുമ്പോൾ ആ ഭവനത്തിൽ പൊടിപടലങ്ങളും ആ ഭവനത്തിൽ ചെളിയും മറ്റ് അസ്വസ്ഥതകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഭവനത്തിൽ വസിക്കാൻ സാധിക്കുകയില്ല. അത് മാനുഷികമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഹൃദയത്തിൽ ദൈവം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ, ആ മനസ്സിൽ അഴുക്കുണ്ടാവരുത്. ആ അഴുക്കുകൾ അടിച്ച് വാരി പുറത്ത് കളയുമ്പോഴോ അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കുമ്പോഴോ മാത്രമേ ഹൃദയത്തിന് ശോഭയുണ്ടാവുകയുള്ളൂ. അവിടെ സ്വസ്ഥതയോടെ ദൈവത്തിന് വസിക്കാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ അഴുക്കില്ലാത്ത ഹൃദയത്തിൽ ദൈവം വസിക്കുമ്പോഴാണ് നമുക്ക് ദൈവാനുഭവം ഉണ്ടാവുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ അനുഭവവും ദൈവത്തിൻ്റെ അനുഗ്രഹവും പ്രാപിക്കാൻ തടസ്സം നമ്മൾ തന്നെയാണ്. ഹൃദയത്തിൽ ഉണ്ടാവുന്ന അഴുക്കുകളും അസ്വസ്ഥതകളും മാലിന്യങ്ങളും ആണ് ദൈവാനുഭവത്തിന് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് തീരുമാനിക്കാം, എൻ്റെ ദൈവത്തെ അനുഭവിക്കാൻ എൻ്റെ ഹൃദയത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ തരം അഴുക്കുകളെയും നമുക്കിന്ന് കഴുകി വൃത്തിയാക്കാം. ആ അഴുക്കുകളിൽപ്പെട്ടതാണ് നമുക്ക് മറ്റുള്ളവരോടുള്ള അസൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും വരുന്നത് അവരെപ്പോലെ നമുക്ക് എന്തുകൊണ്ടാവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ആരെപ്പോലെ ആകണം എന്നുള്ളതല്ല ദൈവം തീരുമാനിച്ചിട്ടുള്ളത്. ദൈവം തീരുമാനിച്ചിട്ടുള്ളത് നാം ദൈവത്തെ പോലെ ആകണമെന്നുള്ളതാണ്. നാം ദൈവത്തെ പോലെ ആകുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം തന്നിട്ടുള്ളവയെക്കുറിച്ച് നന്ദിയോടെ ഓർക്കുകയും അത് അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. എപ്പോഴും മറ്റുള്ളവയിലേക്കോ നോക്കിക്കൊണ്ട് നെടുവേർപ്പെടാനല്ല, അവനവനിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ളവയോട്ട് നന്ദി പറയുവാനും അതിൽ ആത്മനിർവൃതി അടയുവാനാണ്. അപ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളും ഇപ്രകാരം നന്മയുള്ളതാക്കി തീർക്കാൻ സാധിക്കണം. സ്നേഹം എന്നുള്ളത് നല്ല വികാരം പ്രകടിപ്പിക്കാനുള്ളതാണ്. സ്നേഹം നല്ലതാണെങ്കിൽ വികാരങ്ങൾ നല്ലതായിരിക്കും. സ്നേഹം മോശമാണെങ്കിൽ വികാരങ്ങളും മോശമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും, നമ്മുടെ ചുറ്റുപാടുള്ളവരെ മുഴുവനും നല്ല സ്നേഹത്തോടെ നോക്കാനും നിർമ്മലമായ കണ്ണുകളോടെ നോക്കാനും നമ്മുടെ മനസ്സിൽ അപ്രകാരം അങ്ങനെ നോക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാ അഴുക്കുകളെയും, അസൂയയും അതിമോഹത്തെയും ദുർമോഹത്തെയും എല്ലാം മാറ്റിക്കൊണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയെ മാറ്റിക്കൊണ്ട് നിർമ്മലമായ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സമീപിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കും.